ഞാനൊരു തൊപ്പി ഉണ്ടെന്ന് പറഞ്ഞതിനിപ്പം ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. തൊപ്പി ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കപ്പെട്ടു. ആ തൊപ്പി ആരെ പാവങ്ങ കൊടുത്തു? എന്തിനാ ഇപ്പോൾ തൊപ്പി വയ്യാത്ത കുഞ്ഞിന് തൊപ്പി എന്തിനാ? അത് തൊപ്പി വെച്ച് ഒരാളൊരു അല്പത്തരം കാണിച്ചു എന്ന് പറയുമ്പോൾ ആ തൊപ്പി അവിടെ കൊടുത്തു, ആ തൊപ്പി ലേലത്തിൽ വെച്ച് കിട്ടിയ പൈസയ്ക്ക് ഒരാൾക്ക് ചികിത്സയ്ക്ക് കൊടുത്തു എന്നൊക്കെ. എന്നാൽ ലേലത്തിൽ വയ്ക്കാത്തത് പണ്ട് നമ്മൾ പറയും, സിനിമയിൽ നമ്മളെ സിൽക്ക് സ്മിത ഉള്ള കാലത്ത് ആ ഒരു കഥ കേട്ടിട്ടുണ്ട്, സത്യമോ എന്ന് പറഞ്ഞുകൂടെ. ഒരു ആപ്പിളിൽ അവർ കടിച്ചു, ആ കടിച്ച ആപ്പിൾ ലേലത്തിന് വെച്ചു, വലിയ തുകയ്ക്ക് പോയി തമിഴ്നാട്ടിലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇതും ലേലത്തിൽ വയ്ക്കായിരുന്നു, ഇച്ചിരൂടെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതെ, കൈയില്ലാത്തവൻ കാലില്ലാത്തവനെ കുറ്റം പറയരുത്. എല്ലാവർക്കും കുറവുകളും ഉണ്ട്, കുറ്റങ്ങളും ഉണ്ടാവും, മിസ്റ്റേക്കുകളും പറ്റും. പറയുന്ന ആൾ താങ്കൾ തൊപ്പി വെച്ചിട്ടില്ല എന്ന് തൊപ്പിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ആ തൊപ്പി ഷെഫീഖിന് കൊടുത്തതാണ്. വയ്യാത്ത കുഞ്ഞിന് എന്തിനാ തൊപ്പിയെന്ന് താങ്കൾ ചോദിച്ചു. പക്ഷേ അന്ന് ഇടുക്കിയിലാണ് സംഭവം തൊപ്പി വെച്ചിരുന്നത്. അന്ന് ഏതൊരു ചാനലുണ്ടായിരുന്നു, അന്നേരം ജാഫ്രിഡിക്കായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അതിൽ തൊപ്പി മാത്രം വെച്ച് കൊടുത്തിട്ട് പോരുകയല്ല, അതിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തിട്ടാണ് സുരേഷ് ഏട്ടൻ വന്നത്. നിങ്ങൾ രണ്ടുപേരും സിനിമാടന്മാരെന്ന നിലയിൽ രാഷ്ട്രീയക്കാരെന്ന നിലയിൽ നല്ല മികച്ച ഭരണമാണ്. താങ്കളുടെയൊക്കെ നല്ല ഭരണമൊക്കെയാണ് ഗതാഗത വാഹന നിയമവകുപ്പിലൊക്കെ നടത്തുന്നത്. രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷേ ഒരാളുടെ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 3 വിരൽ താങ്കളുടെ നേരേക്കാണ്. താങ്കൾ ഒരു കുറവ് കൊണ്ടുമ്പോൾ താങ്കൾക്കും ഒരുപാട് കുറവുണ്ട്. ഞാനിവിടെ പറയണില്ല, അത് മേജർ രവി പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പം ഞാനിപ്പോഴേ അതേ പറയണുള്ളൂ, വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നിങ്ങളുടെ നേരെയാണ് ചൂണ്ടുന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിൽ.